ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രീവിയസ്ലി ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലൂയിഡ് മെക്കാനിക്സ് 7 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലൂയിഡ്, ആ ഒരു പേര് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ആ ഒരു പേരാണ്. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് രീതിയിൽ പലരും ഡിഫൈൻ ചെയ്യാറുണ്ട്. ഫ്ലോ ചെയ്യാൻ പറ്റിയ സാധനത്തിന് ഫ്ലൂയിഡ് എന്ന് പറയാറുണ്ട്, മോളിക്യൂൾസ് കുറച്ചും കൂടി ഫ്രീലി സ്പേസ്ഡ് ആണെന്ന് പറയാറുണ്ട്. ബട്ട് എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ ഫ്ലൂയിഡിന് ഒരു പക്കാ ഡെഫിനേഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡെഫിനേഷനാണ്. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറയാൻ നേരത്തെ ഫ്ലൂയിഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡിഫോം കണ്ടിന്യൂസ്ലി ഇല്ല ഇൻഡെഫിനിറ്റ്ലി അണ്ടർ ദി ആക്ഷൻ ഓഫ് സ്മോളസ്റ്റ് ഷിയർ ഫോഴ്സ്. ചെറിയൊരു ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്യുന്ന സാധനത്തിനെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. വെള്ളം തറയിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അത് സ്പ്രെഡ് ആവുകയാണ്. ബട്ട് ടെക്നിക്കലി പറയാൻ നേരത്താന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ ആണ്. നമ്മളൊരു സോളിഡ് ബ്ലോക്ക് എടുക്കാൻ നേരത്ത് നല്ലൊരു ഫോഴ്സ് കൊടുക്കാൻ നേരത്താണ് അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവണം. പക്ഷേ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഷിയർ ഫോഴ്സിൽ, സ്മോളസ്റ്റ് ഷിയർ ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുക, ഇല്ല ഇൻഡെഫിനിറ്റ്ലി ഡീഫോം ചെയ്യുക. അതിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ വിസ്കോസിറ്റി ആവട്ടെ, കോയിഷൻ, അഡീഷൻ, ഡെൻസിറ്റി, ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിൽ നോക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലൂയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ബേസിക്കലി 2 ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയൽ ഫ്ലൂയിഡ്, സെക്കൻഡ് വൺ റിയൽ ഫ്ലൂയിഡ്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാൻ നേരത്തെ വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയണം. അപ്പോൾ അവിടെ ഒരു ടേം ഞാൻ പറഞ്ഞു, വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ ഫ്ലൂയിഡിന് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയണം. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയാൻ നേരത്തെ ഫ്ലൂയിഡ്സിന് വിസ്കോസിറ്റി ഉണ്ടാവില്ല. ആ ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്ത ഫ്ലൂയിഡ് ആണ് ഐഡിയൽ ഫ്ലൂയിഡ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് 0 വിസ്കോസിറ്റി ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഹാവിംഗ് 0 സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനും 0 ആയിരിക്കും, വിസ്കോസിറ്റിയും 0 ആയിരിക്കും. എന്താണ് സർഫസ് ടെൻഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ബട്ട് ഇതാണ് മെയിൻ പോയിന്റ്. വിസ്കോസിറ്റി 0 ആണ് ഐഡിയൽ ഫ്ലൂയിഡിന്. അതുകൊണ്ട് തന്നെ ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു ഫ്ലൂയിഡും ഐഡിയൽ ഫ്ലൂയിഡ്സ് അല്ല, വിസ്കോസിറ്റി എല്ലാ ഫ്ലൂയിഡ്സിനും ഉണ്ട്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ വാട്ടറും എയറും നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണം. ഇനി സെക്കൻഡ് ടൈപ്പ് ഫ്ലൂയിഡ്സ് ആണ് റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന നേരത്തെ ഇതിന്റെ നേരെ റിവേഴ്സ്, വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ദേ വിൽ ബി ഹാവിംഗ് വിസ്കോസിറ്റി ഉണ്ടാവും, സർഫസ് ടെൻഷൻ ഉണ്ടാവും ആൻഡ് ഓൾസോ ദേ വിൽ ബി കംപ്രസിബിൾ ആണ്. അപ്പോൾ ബേസിക്കലി 2 ആയിട്ടാണ് ഐഡിയലും റിയൽ ഫ്ലൂയിഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്. ബേസിക്കലി പ്രോപ്പർട്ടീസ് എല്ലാം 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസും extensive properties. Properties can be classified into 2, intensive and extensive. Intensive properties എന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണോ അതെല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇന്റൻസീവ്, ഇൻഡിപെൻഡന്റ്. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് എല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്, ഇതൊക്കെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വെള്ളം ഒരു കപ്പിൽ എടുത്ത് തിളപ്പിച്ചാലും ഒരു ജാറിൽ എടുത്ത് തിളപ്പിച്ചാലും 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫിനോമിനൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് എല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആവട്ടെ, ടോട്ടൽ മാസ് ആവട്ടെ, മൊമെന്റം ആവട്ടെ, ഇതെല്ലാം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ബേസിക് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് മാസ് ബൈ വോളിയത്തിനെ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയണം, മാസ് ബൈ വോളിയം. അപ്പൊ ഇത് പക്ക ഫണ്ടമെന്റൽ ആണ്. ഇതിൽ പലർക്കും അറിയാം ഡെൻസിറ്റി, മാസ് ബൈ വോളിയം എന്ന്. എന്നാലും അതിന്റെ SI യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയാണ് നല്ലപോലെ അറിഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ SI യൂണിറ്റ് എന്താണ്, ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക് ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ നേരത്തെ പെട്ടെന്ന് ഫട്ടാഫട്ട് നമ്മൾ ഉത്തരം എഴുതണം. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മാസ് ബൈ വോളിയം ആണ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. സോ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഇനി ഡയമെൻഷണൽ ഫോർമുല M(L)⁻3. അതാണ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല. കിലോഗ്രാം നമ്മൾ M റെപ്രസെന്റ് ചെയ്തു, മീറ്റർ ആണ് അത് ലെങ്ത് L റെപ്രസെന്റ് ചെയ്തു. സോ M(L)⁻3 ആണ് നമ്മുടെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഡെൻസിറ്റി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി ആണ്
സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ ഓഫ് എന്താ? ഡെൻസിറ്റി ആണെന്ന് പറയാം. സ്മോൾ ലെറ്റർ വി വെച്ച് ഡിനോട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി. അല്ലെങ്കിൽ നമുക്ക് എന്താ? ഡെൻസിറ്റി ഓൾറെഡി അറിയാം എന്താ? മാസ് ബൈ വോളിയം. അപ്പൊ ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ബൈ മാസ് ആണ്. അപ്പൊ ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് എന്ത്? ഇതിന്റെ SI യൂണിറ്റ്. ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്ത് വരും? m⁻⁻1 L⁻3. അതാണ് നമ്മുടെ എന്ത്? സ്പെസിഫിക് വോളിയത്തിന്റെ കേസിൽ എന്താ? ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. ഇനി തേർഡ് യൂണിറ്റിലെ തേർഡ് പ്രോപ്പർട്ടി ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ് ഇല്ലെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ? W എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ W ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണം. സോ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ബൈ വോളിയം ആണ്. വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതാം. വോളിയം നമ്മൾ എന്താ? അങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്ത്. സോ മാസ് ഇൻറ്റു ഗ്രാവിറ്റി ബൈ വോളിയം. ഇതിൽ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ്. സോ നമുക്ക് എന്താ? റോ ജി എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോട്ട് ചെയ്യാം. സോ സ്പെസിഫിക് വെയിറ്റിലെ വെയിറ്റ് ഡെൻസിറ്റിയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റോ ജി. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അറിയാം എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ്. ഗ്രാവിറ്റി നമ്മൾ എന്താ ഡിനോട്ടേഷൻ കൊടുക്കണമെങ്കിൽ എന്താ? കറസ്പോണ്ടിങ് യൂണിറ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ? അതിന്റെ SI യൂണിറ്റും എന്താ? ഡയമെൻഷണൽ ഫോർമുലയും കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എന്താ? ടൈം എടുക്കും ഇല്ലേ? നമ്മളൊരു യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്ത് ഓരോ പോയിന്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ? അവിടെ സമയം എടുക്കും. അപ്പോൾ ആ സമയം കളയാണ്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നമുക്ക് എന്താണ് ഈസിലി എന്താണ് SI യൂണിറ്റ് ഇല്ല ഡയമെൻഷണൽ ഫോർമുല എന്താ എടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. ഫൈനലായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാൻ നേരത്ത് എന്താണ്? സ്മോൾ ലെറ്റർ S വെച്ച് ഡിനോട്ട് ചെയ്യും. സോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത്? ഡിനോട്ട് ചെയ്യണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതാം. അതേപോലെ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് നമുക്ക് എന്താ? ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഗ്രാവിറ്റി കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇല്ല റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റിലേഷൻ? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇതാണ് എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റിലേഷൻ തന്നെ. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡയമെൻഷൻലെസ് ആണ്. ഡെൻസിറ്റി വന്നുകൊണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടിരിക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റിയുടെ ടേംസിലും എഴുതാം. നോർമൽ എന്താണ്? ഡെൻസിറ്റിയുടെ ടേംസിലും എഴുതാം. അതിൻ്റെ ഒപ്പം ഇത് ഡയമെൻഷൻലെസ് ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും എത്ര ആയിരിക്കും കൊടുക്കണം? വാട്ടറിന്റെ ഡെൻസിറ്റി ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ എത്ര? 1000 ആണ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും എടുക്കുന്നത് 1000 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഞാൻ പറഞ്ഞു എന്ത്? ഡയമെൻഷൻ എടുക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ? സ്പീഡിൽ എടുക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? SI യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എന്താണ്? പെട്ടെന്ന് എടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5 ബേസിക് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്താ? ഏതൊരു ഡയമെൻഷനും എന്താണ്? പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ ആ ഒരു 5 ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ആണ്. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? L ആണ്. ഡിസ്പ്ലേസ്മെന്റ് L ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്റ്റൻസിന്റെ L വരും, ടൈമിന്റെ എന്താ? ബൈ T വരും. സോ ഡയമെൻഷണൽ ഫോർമുല എന്താ? LT⁻⁻1. തേർഡ് വൺ എന്താ? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം എന്താ? LT⁻⁻1 ബൈ T ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? LT⁻2 കിട്ടും. ഇനി ഫോർത്ത് വൺ എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം LT⁻2 ആണ്. ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ എന്താ? M ആണ്. സോ റിലേഷൻ ഡയമെൻഷൻ ഫോർമുല പറഞ്ഞാൽ എന്താ? mL⁻2. ആൻഡ് ഫൈനലി എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഓൾറെഡി എന്താണ്? ഫോഴ്സിന്റെ കണ്ടുപിടിച്ചു. mL⁻2 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് L വരും. സോ mL²T⁻². അപ്പോൾ ഈ ഒരു 5 ക്വാണ്ടിറ്റീസ് ഡിസ്റ്റൻസ്, സ്പീഡ്, ആക്സലറേഷൻ, ഫോഴ്സ്, വർക്ക് നമുക്ക് അറിയാമെങ്കിൽ എന്താണ്? ഏത് ക്വാണ്ടിറ്റീസ് നമുക്ക് എന്താ? ഇതിൽ നിന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം എൻ്റെ ഒപ്പം തന്നെ എന്താണെന്ന് മൈൻഡിൽ ഉറപ്പിക്കുക. ഡിസ്റ്റൻസ് L, സ്പീഡ് LT⁻⁻1, ആക്സലറേഷൻ LT⁻², ഫോഴ്സ് mL⁻², വർക്ക് എന്താ? mL²T⁻². അപ്പോൾ നമ്മളോട് ഇപ്പോൾ ജസ്റ്റ് ആയിട്ട് എന്താ? ഒരു സ്ട്രെസ്സിന്റെ കേസിലുള്ള ഫോർമുല ചോദിച്ചു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താ? mL⁻2 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? L² ആണ്. അപ്പൊ അതിൽ നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ എന്താ?
ml/-1 T/-2 ആണ് എന്ത് സ്ട്രെസ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഇത്രയും സ്പീഡിൽ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോഴ്സിന്റെ കണ്ടുപിടിക്കണം, ഏരിയയുടെ എഴുതണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ എന്താ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് എന്താ സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയാണ് എന്ത് ഫ്ലൂയിഡിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു വിസ്കോസിറ്റി ഇല്ലാത്തത്, റിയൽ ഫ്ലൂയിഡ് വിസ്കോസിറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തായിരുന്നു വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് ഏതൊരു സർഫസിൽ കൂടെയും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആ ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സർഫസ് ആയിട്ട് എന്താ സ്റ്റിക്ക് ഓൺ ചെയ്യും. ആ ഒരു ഫിനോമിനത്തിനാണ് നമ്മൾ എന്ത് അഡ്ഹീഷൻ എന്ന് പറയണം. ഫ്ലൂയിഡും സോളിഡും തമ്മിലുള്ള അട്രാക്ഷനെയാണ് എന്ത് അഡ്ഹീഷൻ എന്ന് പറയണം. അപ്പൊ തൊട്ട് മേളിലുള്ള ഫ്ലൂയിഡ് മോളിക്യൂൾ എന്താണ് ഈ താഴത്തെ ഫ്ലൂയിഡ് മോളിക്യൂളായിട്ട് എന്താ സ്റ്റിക്കിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് കൊഹിഷൻ എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി താഴെ ഈ ഒരു സോളിഡ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതിന്റെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. മേളിലേക്ക് പോകും തോറും എന്താ വെലോസിറ്റി കൂടി 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 വരും. സോ ഈ ഒരു എഫക്റ്റിനാ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്, ഫ്ലോക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ റെസിസ്റ്റൻസിനെയൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ഫ്ലൂയിഡും ഫ്ലോ ചെയ്യാൻ നേരത്ത് അതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സോളിഡ് സർഫസ് ആയിട്ട് എന്താ സ്റ്റിക്ക് ചെയ്യും. അവിടെ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 0 ആയിരിക്കും. മുകളിലേക്ക് പോകും തോറും എന്താ അതിന്റെ വെലോസിറ്റി എന്താ ഇൻക്രീസ് ചെയ്ത് എന്താണ് ആ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു റെസിസ്റ്റൻസ് അതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് വിസ്കോസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ വിസ്കോസിറ്റി ബേസ് ചെയ്തിട്ട് ഗവേൺ ചെയ്യുന്ന ലോനെയാണ് നമ്മൾ എന്ത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയണം. വിസ്കോസിറ്റി ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു അവിടെ വിസ്കോസിറ്റി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ റിപ്പൻഡ് ചെയ്യണം, അവിടുത്തെ ഉള്ള സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. ഫ്ലോ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും, വെലോസിറ്റി ഗ്രേഡിയന്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻ ആണ് എന്ത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ വെലോസിറ്റി ഗ്രേഡിയന്റ്, അല്ലെങ്കിൽ എന്താ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നും പറയാം. ഈ ഒരു ടേമിന് നമുക്ക് എന്താ ഒന്നിലെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നും പറയാം, അല്ലെങ്കിൽ എന്താ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നും പറഞ്ഞാൽ നമുക്ക് എന്താ ക്വാണ്ടിഫൈ ചെയ്യാം. അപ്പൊ ടോ പ്രൊപ്പോർഷണൽ ടു എന്താ du/dy ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവരും, അതാണ് എന്ത് മ്യൂ. ഈ മ്യൂവിനെയാണ് നമ്മൾ എന്ത് വിസ്കോസിറ്റി എന്ന് പറയണം. അതല്ലെങ്കിൽ എന്താ ഡൈനാമിക് വിസ്കോസിറ്റി എന്നും പറയാറുണ്ട്. വിസ്കോസിറ്റി അല്ലെങ്കിൽ എന്താ ഡൈനാമിക് വിസ്കോസിറ്റി. ടോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്. du/dy നമ്മൾ എന്ത് പറയും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ എന്താണ് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയും. ഈ ഒരു റിലേഷനെയാണ് നമ്മൾ മൊത്തമായിട്ട് എന്ത് പറയണത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂ എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ നമുക്ക് എന്ത് വേണം SI യൂണിറ്റ് വേണം. അപ്പൊ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടോ ഈക്വൽ ടു എന്താ മ്യൂ ഇൻറ്റു du/dy ആണ്. അപ്പൊ ടോ എന്ന് പറയുന്ന നേരത്തെ എന്താണ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ടോ എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ബൈ ഏരിയ ആണ്. മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി du/dy ഇതാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മ്യൂയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്ന നേരത്തെ എന്താണ് ന്യൂട്ടൺ ആണ്. എ എന്ന് പറയുന്ന നേരത്തെ എന്താ ഏരിയ ആണ്, മീറ്റർ സ്ക്വയർ ആണ്. ഇനി ബാക്കി എന്താ ഡിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ആണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. dy എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ ആണ്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂയുടെ യൂണിറ്റ് എന്ത് വരും ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്ത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. നമ്മളൊന്നും ചെയ്തില്ല, മീറ്റർ കട്ടാവും. സെക്കൻഡിന് നമ്മൾ എന്താ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ എന്ത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും എഴുതാം പാസ്കൽ സെക്കൻഡ് എന്നും വേണം എഴുതാം. കാരണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്കൽ ആണ്. അപ്പൊ നമുക്ക് എന്താ പാസ്കൽ സെക്കൻഡ് എന്ന് എഴുതാം. ഇനി ന്യൂട്ടനെ പിന്നെയും നമ്മൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന് നമ്മൾ പിന്നെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതേ സാധനത്തിന് നമുക്ക് എന്താണ് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്നും എന്താണ് റെപ്രസെന്റ് ചെയ്യാം. കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അങ്ങനെ നമുക്ക് എന്താ ഈ ഒരു ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SI യൂണിറ്റ് ആണ് ഡൈനാമിക് വിസ്കോസിറ്റി. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്, അതല്ലെങ്കിൽ എന്താ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും ml⁻⁻1 T⁻⁻1. ഇതാണ് നമ്മുടെ എന്ത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ മ്യൂ. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ എന്താണ്
ഡയമെൻഷണൽ ഫോർമുല. ഇനി അടുത്തതാണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ ആണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഓരോ ഫ്ലൂയിഡിനും ഓരോ ഡെൻസിറ്റി ആണ്. ഇപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്, മെർക്കുറിയുടെ 13,600 ആണ്, ഓയിലിന്റെ അറൌണ്ട് 800 ആണ്. അപ്പോൾ ഓരോ ഫ്ലൂയിഡിനും ഓരോ ഡെൻസിറ്റി ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി അതിന്റെ വിസ്കോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണെന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ന്യൂ ഈക്വൽ ടു എന്താണ്? മ്യൂ ബൈ റോ. ന്യൂ ഈക്വൽ ടു എന്താ? മ്യൂ ബൈ റോ ആണ് എന്ത്? ഡൈനാമിക് വിസ്കോസിറ്റിയുടെ റിലേഷൻ വന്നത്. അപ്പൊ ഈ ഒരു ഡൈനാമിക് വിസ്കോസിറ്റിയുടെ എന്തായിരിക്കും? SI യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ വരും? നമുക്ക് മ്യൂയുടെ SI യൂണിറ്റ് അറിയാം, എന്താണ്? കിലോഗ്രാം പെർ എന്താണ്? മീറ്റർ സെക്കൻഡ് ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമ്മുടെ എന്താണ്? ഈ മീറ്റർ ക്യൂബും മീറ്ററും പോവും, അത് മേളിലേക്ക് പോവും, കിലോഗ്രാം പോവും, സെക്കൻഡ് അവിടെ ഉണ്ടാവും. സോ ഫൈനലി വന്ന എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അതാണ് നമ്മുടെ എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ എന്താ? SI യൂണിറ്റ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ്. അതിനോടൊപ്പം തന്നെ എന്താ? ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L²T⁻⁻1. ഡയമെൻഷണൽ ഫോർമുല L²T⁻⁻1 ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുള്ളത്, ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെയും CGS യൂണിറ്റ് ആണ്. അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസ്. POISE. പോയിസ് അല്ലെങ്കിൽ എന്താ? ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ 1 പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. 1 പോയിസ് എന്ന് പറഞ്ഞാൽ 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ എന്താണ്? CGS യൂണിറ്റ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിനെ CGS യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ഡിനോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ STOKES. CGS യൂണിറ്റ് എന്താ? സ്റ്റോക്സ് ആണ്. 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ പ്രോബ്ലത്തിൽ നമുക്ക് CGS യൂണിറ്റ് ആണ് തന്നേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം. CGS-ലാണെങ്കിൽ നമ്മൾ എന്താ? SI-ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എന്താ? കൺവേർഷൻസ് യൂസ് ചെയ്തിട്ട് വേണം എന്ത്? കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ? SI യൂണിറ്റ്, ഡയമെൻഷണൽ ഫോർമുല, CGS. നമ്മൾ നോക്കിയത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള എഫക്റ്റാണ്. കാരണം ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അതിൻ്റെ കേസുകൾ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുമോ കുറയുമോ എന്ന് നോക്കാം. അപ്പോൾ ബേസിക്കലി നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? വിസ്കോസിറ്റി കുറയും അല്ലേ? ഏതൊരു ഫ്ലൂയിഡ് നമ്മൾ എടുത്ത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ? വിസ്കോസിറ്റി കുറയും എന്ന് ആലോചിക്കും. പക്ഷെ അതിലൊരു മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ലിക്വിഡ്സും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ലിക്വിഡും ഗ്യാസും അതെന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡിന്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഈ ലിക്വിഡ്സിന്റെ കേസിലാണ് നമ്മൾ എന്ത്? ടെമ്പറേച്ചർ കൂട്ടാൻ നേരത്ത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറയുന്നത്. ലിക്വിഡ്സിന്റെ കേസിലാണ് എന്ത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്. പക്ഷേ ഗ്യാസിന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കൂടും. അപ്പോൾ ഇതെന്താ? നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് അങ്ങോട്ട് തിരിഞ്ഞു പോകരുത്. ലിക്വിഡ്സിന്റെ കേസിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെയുള്ള കോസി ബോണ്ട്, കാരണം മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? കോസി ബോണ്ട് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? ഈ ഒരു കോസി ബോണ്ട് ബ്രേക്ക് ആവുന്നതുകൊണ്ട് എന്ത് പറ്റും? ആ ഒരു വിസ്കോസിറ്റി എന്ന് പറഞ്ഞ എഫക്റ്റ് ഇല്ല. വിസ്കോസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി എന്താണ്? റെഡ്യൂസ് ചെയ്യും. സോ ഇൻ ലിക്വിഡ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് കോസി ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ആവും. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറയും. പക്ഷേ ഗ്യാസിന്റെ കേസിൽ എന്താണ്? അങ്ങനെയല്ല. കാരണം വിസ്കോസിറ്റിക്ക് കാരണം ഗ്യാസിൽ എന്താ? കോസി ഫോഴ്സുകളല്ല. അവിടെ വിസ്കോസിറ്റിക്ക് റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. സോ ടെമ്പറേച്ചർ കൂടാൻ നേരത്തെ എന്താണ്? ആ ഒരു മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യണോണ്ട് തന്നെ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ കൂടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാം എന്താണ്? ലിക്വിഡ്സിന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസ് എന്താ? ടെമ്പറേച്ചർ ആണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞു വന്നത് കാണാം. വേറെസ് ഗ്യാസിന്റെ കേസിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ കൂടും. സോ റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ ഗ്യാസിന് എന്താണ്? വിസ്കോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? T⁻1/2 ആണ്. പക്ഷെ ഫോർ ഗ്യാസ് എന്താണ്? വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. മ്യൂ പ്രൊപ്പോർഷണൽ ടു എന്താ? 1/T ആണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്താണ്? ഗേറ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഒരുപാട് പ്രാവശ്യം ചോദിക്കാറില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ? തിരിഞ്ഞും മറിഞ്ഞും നമുക്ക് ചോദിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ട് വെച്ചേക്കുക. ലിക്വിഡ്സിനാണ് എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്. ഗ്യാസിന് എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? വിസ്കോസിറ്റി കൂടുകയാണ്.
ഇനി നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഫ്ലൂയിഡ്സിന്റെ നമ്മളെന്താ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നമ്മൾ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡും എന്താ റിയൽ ഫ്ലൂയിഡും ഉണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ 2 ടൈപ്പ് ഫ്ലൂയിഡും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും. അപ്പോൾ ഇതിന് നമ്മൾ ഇൻ ഡീറ്റെയിൽ പോകാൻ നേരത്ത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് എന്ത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പോൾ എയർ ആവട്ടെ വാട്ടർ ആവട്ടെ ഇതൊക്കെ എന്താ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ എന്താണ് നോൺ ന്യൂട്ടോണിയൻ കേസ് നമ്മൾ നോക്കാൻ നേരത്തെ എന്താ ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയണം. പക്ഷെ അവിടെ ഒബേ ചെയ്യുന്ന ഒരു ലോ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നോൺ ന്യൂട്ടോണിയൻ ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ സ്റ്റേറ്റ് ചെയ്യാം. ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ഹോൾ റേസ് ടു n പ്ലസ് ബി ആണ്. അതിൻ്റെ കേസ് നമ്മൾ നോക്കണമെങ്കിൽ ഈ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു എന്താ mu ഇൻറ്റു du/dy ഹോൾ റേസ് ടു n പ്ലസ് ബി ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് എന്താ ഒരു എന്നും ബി എന്ന് പറഞ്ഞാൽ എന്താ ടേംസ് ഉണ്ട് ഫ്ലൂയിഡ് ഇൻഡെക്സുകളാണ്. അപ്പോൾ ഈ എന്നിൻ്റെയും ബിൻ്റെയും വാല്യൂ ബേസ് ചെയ്തിട്ട് എന്താ പല ടൈപ്പ് എന്താ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ചെയ്യുക ബിയുടെ വാല്യൂ 0യും എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് എന്ത് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്സ് എന്ന്. ബിയുടെ വാല്യൂ 0 എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് എന്ത് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്. പ്രിന്റിംഗ് ഇങ്ക് ക്യുക്ക് സാൻഡ് ഇതൊക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഫ്ലൂയിഡ് ആണ് എന്ത് ബിയുടെ വാല്യൂ 0 ആവുക എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് സ്യൂഡോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എന്താ സെക്കൻഡ് ടേം ആണ്. ബി 0 ആവുക എൻ എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ 1 ആവുക. ഇപ്പൊ നമ്മൾ ലിക്വിഡ് റബ്ബർ ആവട്ടെ പേപ്പർ പൾപ്പ് ആവട്ടെ അതൊക്കെ എന്താ ഈ ഒരു കാറ്റഗറിയിൽ വന്നതാണ്. ഇനി തേർഡ് വൺ ആണ് എന്ത് ബിൻ ഗ്യാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന്റെ കേസിൽ എന്താണ് ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ നോട്ട് ഈക്വൽ ടു 0യും എന്നിന്റെ വാല്യൂ എന്താ 1 ആണെങ്കിൽ എന്താ അതിന് നമ്മൾ എന്താ ബിൻ ഗ്യാം ഫ്ലൂയിഡ് എന്ന് പറയും. ഇപ്പൊ സീവേജ് സ്ലഡ്ജ് ഒക്കെ എന്താ ഈ ഒരു കാറ്റഗറിയിൽ വന്നാണ്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന് എന്താ 3 ടൈപ്പ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ വാല്യൂ ഓഫ് ബിയും എന്നും ആണ്. ഡൈലാറ്റന്റ് സ്യൂഡോ പ്ലാസ്റ്റിക് എന്താണ് ബിൻ ഗ്യാം. അപ്പോൾ അത് തന്നെ നമുക്ക് എന്താ ഈ ഒരു സൈഡിൽ നമുക്ക് നോക്കാം. സ്യൂഡോ പ്ലാസ്റ്റിക്കിന് പറയുന്ന പേര് തന്നെയാണ് എന്ത് തൈസോട്രോപ്പിക് എന്ന് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പ്രിന്റിംഗ് ഇങ്ക് കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഡൈലാറ്റൻ ഫ്ലൂയിഡ് നമ്മൾ നോക്കിയത് അതേപോലെ എന്താണ് ബിൻ ഗ്യാം പ്ലാസ്റ്റിക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. നമ്മൾ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെസ്, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇല്ലെ വെലോസിറ്റി ഗ്രേഡിയൻ ബേസ് ചെയ്ത് വരക്കാൻ നടത്തുന്ന എന്താ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എപ്പോഴും എന്തായിരിക്കും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താ ടോ പ്രപ്പോർഷണൽ ടു എന്താ du/dy ആണ്. ഇനി ബാക്കി ഫ്ലൂയിഡ്സ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് നമ്മൾ നോക്കാൻ നേരത്തെ എന്താ സ്യൂഡോ പ്ലാസ്റ്റിക്കിൽ എന്താണ് n എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ മേളിൽ കൂടെ ആയിരിക്കും വന്നത്. നോൺ ന്യൂട്ടോണിയൻ തന്നെ എന്താ ഡൈലാറ്റിന്റെ കേസിൽ എന്താണ് n എന്ന് പറഞ്ഞാൽ എന്താ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂട്ടോണിന്റെ താഴെ കൂടിയായിരിക്കും വന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ ലെസ് ദാൻ 1 ആണ്. ഈ ഗ്രാഫിന് എന്താ n ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ നമ്മുടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിൽ എന്താണ് n എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഗേറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി ബിൻ ഗ്യാം ആവുന്ന നേരത്തെ എപ്പോഴും എന്താ എന്നിന് ഒരു വാല്യൂ ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതൊരു പർട്ടിക്കുലർ വാല്യൂ മാറിയിട്ടാണ് എന്ത് ബിൻ ഗ്യാം പ്ലാസ്റ്റിക്കിന്റെ ലൈൻ വരുന്നത്. അപ്പോൾ ഇതും ക്ലിയർ ആയിട്ട് വെക്കുക. ഇതൊക്കെ എന്താണ് മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താണ് ചോദിക്കുന്നത് ഏതാണ് ഏത് ടൈപ്പ് ഫ്ലൂയിഡ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ മഴ പെയ്യുമ്പോൾ റെയിൻ ഉണ്ടാകുന്ന നേരത്ത് എന്താ നിങ്ങൾ ആ ഒരു റെയിൻ ഡ്രോപ്ലെറ്റ് നോക്കാൻ നേരത്ത് അത് എപ്പോഴും എന്താണ് സ്പിരിക്കൽ ഷേപ്പാണ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾസിനെല്ലാം എന്താണ് ഉള്ളിലേക്ക് പുള്ളി. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സർഫസ് ഓഫ് ദി ഫ്ലൂയിഡ് ആണ്. അതിനെ ഉള്ളിലേക്ക് എന്താണ് വലിച്ചു നിർത്താനുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മളെന്ത് സർഫസ് ടെൻഷൻ എന്ന് പറയണം. സോ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിലെ ഒരു ജാറ് കൺസിഡർ ചെയ്യണമെങ്കിൽ കൺസിഡറിങ് ഷേപ്പ് ഇപ്പോൾ ഒരു ജാറുണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ഷേപ്പിലുള്ള ജാറുണ്ട്. അതിലെന്താ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് എന്താ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഓരോ മോളിക്യൂൾസ് അതിൻ്റെ ഓരോ ഫ്ലൂയിഡ് മോളിക്യൂൾസ് നോക്കണമെങ്കിൽ ഈ ഒരു ടോപ്പ് സർഫസിൽ ഒരു മോളിക്യൂൾ ഉണ്ട് സപ്പോസ് എ എന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വേറൊരു ബി എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡ് മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ ഉള്ളിലുള്ളതിന് എന്താണ് എല്ലാ ഡയറക്ഷനിലും എന്താ അതിന് ഈക്വൽ ആയിട്ട് എന്താ ഇൻവേർഡ് ആയിട്ട് എന്താ പുള്ളിയുണ്ട്. പക്ഷേ ഈ ടോപ്പിലുള്ള മോളിക്യൂളിന് എന്താണ് താഴത്തേക്ക് മാത്രമാണ് എന്ത് ആ ഒരു പുള്ളിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മേലിൽ എന്തായിരിക്കും ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും, താഴത്തേക്ക് എന്താ ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ബ്ലേഡ് ഇട്ടാലോ ഫ്ലാറ്റ് ആയിട്ട് ഇല്ല മൺതരികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ മേലിൽ ഫ്ലോട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫിനോമിനയാണ്. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൽ എന്താ പല കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 കേസുകളാണ് നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത്.
വാട്ടർ ഡ്രോപ്ലെറ്റ്, സോപ്പ് ബബിൾ, ലിക്വിഡ് ജെറ്റ്. അപ്പോൾ ഈ ഒരു 3 കേസിലുള്ള അതിൻ്റെ എഫക്റ്റ് ഡിപ്പെൻഡിങ് ഓൺ പ്രഷറും സർഫസ് ടെൻഷനുമായിട്ടുള്ള റിലേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഫൈനൽ റിലേഷൻസ് ആണ് എന്ത് ഈ ഒരു 3 കേസിൽ വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ ഡ്രോപ്ലെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സിഗ്മ എന്ന് പറഞ്ഞ ടേം ആണ് എന്ത് നമ്മൾ സർഫസ് ടെൻഷൻ എന്താ ഡിനോട്ട് ചെയ്യുന്ന ടേം. പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷറാണ്, ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മളൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ സർക്കുലർ വാട്ടർ ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഡി ആണ്. അപ്പോൾ അവിടെയുള്ള പ്രഷറും സർഫസ് ടെൻഷനുമായിട്ടുള്ള എഫക്റ്റ് ആണ് എന്ത് പി ഈക്വൽ ടു എന്താണ് 4 സിഗ്മ ബൈ ഡി. പി പ്രഷർ, സിഗ്മ സർഫസ് ടെൻഷൻ, ഡി എന്ന് പറഞ്ഞാൽ എന്താ ഡയമീറ്റർ ആണ്. ഇനി ഇതേ കേസിൽ നമ്മൾ എന്താ സോപ്പ് ബബിൾ എന്ന് പറയുന്നത് എന്താ 2 ലെയർ ഉണ്ടാവും. അപ്പോൾ സോപ്പ് ബബിളിൻ്റെ കേസിൽ എന്താണ് പ്രഷറും സർഫസ് ടെൻഷനുമായിട്ടുള്ള റിലേഷൻ ആണെന്ത് പി ഈക്വൽ ടു എന്താണ് 8 സിഗ്മ ബൈ ഡി. പി പ്രഷർ, സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ സർഫസ് ടെൻഷൻ, ഡി എന്ന് പറഞ്ഞാൽ എന്താ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്താ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്. വാട്ടർ ഡ്രോപ്ലെറ്റിൽ എന്താ പി ഈക്വൽ ടു എന്താ 4 സിഗ്മ ബൈ ഡി ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ കേസിലാണ്. പിന്നെ സോപ്പ് ബബിളിന്റെ കേസിൽ എന്താ പി ഈക്വൽ ടു എന്താ 8 സിഗ്മ ബൈ ഡി ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ സോപ്പ് ബബിളിന്റെ കേസിലാണ്. തേർഡ് വൺ ആണ് എന്ത് ലിക്വിഡ് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഒ സി എന്നൊക്കെ വന്ന വെള്ളം. ആ ഒരു കേസിൽ എന്താണ് പി ഈക്വൽ ടു എന്താ 2 സിഗ്മ ബൈ ഡി. നമ്മുടെ ഒരു ലിക്വിഡ് ജെറ്റിന്റെ കേസിൽ എന്താ പ്രഷറും സർഫസ് ടെൻഷനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പി ഈക്വൽ ടു എന്താ 2 സിഗ്മ ബൈ ഡി ആണ്. അപ്പോൾ ഈ 3 റിലേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ഈ ഒരു ഫോർമുല എന്താ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെ നമ്മൾ ഇതിന്റെ യൂണിറ്റ് നോക്കാൻ നേരത്തെ എന്താ എല്ലാ കേസിലും പി ഈക്വൽ ടു എന്താണ് 8 സിഗ്മ ബൈ ഡി ഇല്ലേ 4 സിഗ്മ എന്ന് പറയുമ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്മേനെയും ഡയമീറ്ററിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടും സിഗ്മ എന്ന് പറയാൻ നേരത്തെ ഇല്ലേ സിഗ്മ സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രഷർ ഇൻറ്റു എന്താണ് ഡയമീറ്റർ ആണ്. പ്രഷർ ഇൻറ്റു ഡയമീറ്റർ. പ്രഷർ എന്ന് പറയാൻ നേരത്തെ എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡയമീറ്റർ എന്ന് പറയാൻ നേരത്തെ എന്താണ് ഇൻറ്റു മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ് ടെൻഷന്റെ സിഗ്മയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് വരുന്നത്. സർഫസ് ടെൻഷൻ സിഗ്മയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും അഫക്ട് ചെയ്യണമെങ്കിൽ പ്രഷറിന്റെ കേസ് നമ്മൾ നോക്കി. അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ എന്ത് പറ്റും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് കോസി ബോണ്ട് എന്താ ബ്രേക്ക് ആവും. അപ്പോൾ കോസി ഫോഴ്സ് കുറയണോണ്ട് തന്നെ എന്താണ് സർഫസ് ടെൻഷനും എന്താ കുറയും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് കോസി ഫോഴ്സ് ഡിക്രീസ് ആവും. സോ ഇൻ റിസൾട്ട് എന്താണ് സർഫസ് ടെൻഷൻ എന്താ കുറയും. അപ്പോൾ അതാണ് എന്ത് സർഫസ് ടെൻഷനും എന്താ ടെമ്പറേച്ചർ ആയിട്ടുള്ള എഫക്റ്റ്. സിമിലർലി പ്രഷർ നമ്മൾ നോക്കാൻ നേരത്തെ ഡയറക്റ്റ് പ്രപ്പോസലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ എന്താണ് ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനലായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് കാപ്പിലാരിറ്റി എഫക്റ്റ്. കാപ്പിലാരിറ്റി എഫക്റ്റ് എന്ന് പറയാൻ നേരത്ത് ഫ്ലൂയിഡ് നമ്മളെന്താ എപ്പോഴും എന്താ ഒരു മേളിലേക്ക് താഴത്തേക്ക് റൈസ് ചെയ്യുക ഫോൾ ചെയ്യുക ആ ഒരു എഫക്റ്റിനെയാണ് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ഫ്ലൂയിഡ് ടു റൈസ് ഓർ ഫോൾ ഫ്രം എ ജനറൽ ലെവൽ. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ എന്താ ഒരു ട്യൂബ് ടെസ്റ്റ് ട്യൂബ് പോലത്തെ സാധനമാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് നമ്മളെന്താ ഇൻസേർട്ട് ചെയ്തു. ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് എന്താ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് വെള്ളമാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ മേളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മളെന്ത് ക്യാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്. സിമിലർലി ഈ ഒരു കേസ് നമ്മൾ നോക്കാൻ നേരത്തെ എന്താണ് ഈ ഒരു കണ്ടെയ്നറിൽ എന്താ ഒരു ടെസ്റ്റ് ട്യൂബ് ഇറക്കി വെച്ച് ഇതിൻ്റെ അകത്ത് എന്താ ഫ്ലൂയിഡ് മെർക്കുറിയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള ഫ്ലൂയിഡ് എന്താണ് ഒന്ന് താഴത്തേക്ക് വന്നു. ഇതിനെയാണ് നമ്മളെന്ത് ക്യാപ്പിലാരിറ്റി ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ടെൻഡൻസി ഓഫ് ഫ്ലൂയിഡ് ടു റൈസ് ഓർ ഫോൾ ഫ്രം എ ജനറൽ ലെവൽ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മളെന്ത് ക്യാപ്പിലാരിറ്റി റൈസിലെ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മേളിലേക്ക് ഉയരാൻ കാരണം എന്താണ് അഡ്ഹീഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ് കൊഹിഷനെ കാട്ടും എന്താ കൂടുതലായതുകൊണ്ടാണ്. അഡ്ഹീഷൻ ഗ്രേറ്റർ ദാൻ കൊഹിഷൻ ആണെങ്കിൽ എന്താണ് ക്യാപ്പിലാരിറ്റി റൈസ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇഫ് കൊഹിഷൻ ആണ് അഡീഷനെ കാട്ടും കൂടുതലെങ്കിൽ അപ്പം ഉണ്ടാവുന്ന ഫിനോമിനയാണ് എന്ത് ക്യാപ്പിലാരിറ്റി ഫോൾ. അപ്പോൾ വാട്ടറിന്റെ കേസിൽ എന്താ ക്യാപ്പിലാരിറ്റി റൈസ് ആണ്. മെർക്കുറിക്ക് എന്താ ക്യാപ്പിലാരിറ്റി ഫോൾ ആണ്. ഇനി എന്താണ് ഈ ഒരു ഡിപ്പ് ഈ ഒരു ആംഗിൾ ആണെന്ത് ഒരു മിനിസ്കസ് എന്ന് പറയുന്നത് അവിടെയുള്ള ആംഗിളാണ് നമ്മളെന്ത് തീറ്റയായിട്ട് എന്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ മിനിസ്കസ് ആംഗിൾ വാട്ടറിന്റെ കേസിലാണെങ്കിൽ എന്താ തീറ്റയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. മെർക്കുറിയുടെ കേസിൽ എന്തായിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 130 ഡിഗ്രി ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോബ്ലത്തിൽ എന്താണ് ചിലപ്പോൾ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ തീറ്റയുടെ വാല്യൂ എടുക്കണം. അപ്പോൾ എന്തുമാത്രം ഹൈറ്റിൽ ഉണ്ടായി ഈ ഒരു ക്യാപ്പിലാരിറ്റി ഹൈറ്റ് എന്തുമാത്രമാണ് ഇല്ലേ ഫോള് എന്തുമാത്രമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് എന്ത് H ഈക്വൽ ടു എന്താ 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്താ റോ ജി ഡി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ. ഇതിനും ഡെറിവേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ ഫൈനൽ റിസൾട്ട് ആണ് വന്നത്. H എന്ന് പറയുന്നതാണ് ക്യാപ്പിലാരിറ്റി റൈസ്. H ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ. സിഗ്മ എന്ന് പറഞ്ഞ സർഫസ് ടെൻഷൻ,
തീറ്റ ഓൺ മിനിസ്കസ് ആംഗിൾ, റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി, ജി ഗ്രാവിറ്റി, ഡി ഡയമീറ്റർ. സോ എച്ച് ഈക്വൽ ടു എന്താ 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എന്തുമാത്രം വാട്ടറിലെ ഫ്ലൂയിഡ് മേലിലേക്ക് റൈസ് ചെയ്തില്ലേ ഫോൾ ചെയ്തെന്നുള്ളതിൻ്റെ എന്താ വാല്യൂ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇനി മൂവിങ് ഓൺ ഫൈനൽ ടോപ്പിക് ആണ് എന്ത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിലെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ആ ഒരു ഫ്ലൂയിഡിന് അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണെന്ത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്, ഓക്കെ, നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യണേ. ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു P1 പ്രഷർ V1 വോളിയത്തിൽ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു കംപ്രഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താ ഒരു P2 പ്രഷർ എന്താ V2 വോളിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബൾക്ക് മോഡുലസ്, ആ ഒരു കംപ്രസിബിലിറ്റി എന്തുമാത്രമാണ്, ഇല്ല ഇലാസ്റ്റിസിറ്റി എന്തുമാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് എന്ത് ബൾക്ക് മോഡുലസ് K എന്ന് പറയുന്നത്. സോ ബൾക്ക് മോഡുലസ് ഈക്വൽ ടു എന്താണ് ചേഞ്ച് ഇൻ പ്രഷർ ബൈ എന്താ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്, dP/dV/V ആണ്. അപ്പോൾ dP എന്ന് പറഞ്ഞാൽ എന്താ പ്രഷർ ചേഞ്ച് ചെയ്തേക്കുന്നത് എന്താണ് P2 നിന്ന് P1ലേക്കാണ്. സോ P2 - P1 ആണ് എന്ത് ചേഞ്ച് ഇൻ പ്രഷർ. ഇനി വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, dV/V. dV എന്ന് പറയുന്നത് എന്താണ് V2 - V1 ആണ് ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം എന്ത് വരും V1 വരും. അപ്പോൾ ഈ ഒരു റിലേഷൻ നോക്കാൻ നേരത്തെ എന്താ V2 ചെറുതും V1 വലുതുമാണ്. അപ്പോൾ താഴത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ നെഗറ്റീവ് ആവും. പക്ഷെ ബൾക്ക് മോഡുലസിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളപ്പോൾ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുക്കും. അപ്പോൾ ബൾക്ക് മോഡുലസിന്റെ റിലേഷൻ വന്നാന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ പ്രഷർ ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്, dP/dV/V ആണ്. പക്ഷെ നമ്മൾ എന്താണ് മൈനസ് ഓഫ്, അപ്പോൾ K ഈക്വൽ ടു നമ്മുടെ വന്ന റിലേഷൻ dP/-dV/V. ഇതാണ് നമ്മുടെ എന്ത് ബൾക്ക് മോഡുലസിന്റെ എന്താണ് റിലേഷൻ വരുന്നത്. ഇനി ഈ ഒരു ബൾക്ക് മോഡുലസിന്റെ ഇൻവേഴ്സിനെ പറയുന്ന ടേമാണ് എന്ത് കംപ്രസിബിലിറ്റി. C ഈക്വൽ ടു എന്താണ് 1/K. ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസിനെയാണ് നമ്മൾ എന്ത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് നിങ്ങൾ നോക്കാൻ നേരത്ത് K ഈക്വൽ ടു dP/dV/V ആണ്. dV/V എന്ന് പറഞ്ഞ സെയിം യൂണിറ്റ് പോകും. ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് അപ്പോൾ എന്താ പ്രഷറിന്റെ യൂണിറ്റ് തന്നെ Nm/m² തന്നെയാണ് വരുന്നത്. ഇനി ബൾക്ക് മോഡുലസിന്റെ dV/Vയുടെ വാല്യൂ എന്താണ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ബൾക്ക് മോഡുലസ് K എന്ന് പറഞ്ഞാൽ എന്താ ട്രൂലി ഇൻകംപ്രസിബിൾ, ഇല്ലേ ബൾക്ക് മോഡുലസ് എന്താണ് നേരെ ഇൻഫിനിറ്റിയിലേക്ക് പോവുക. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ബൾക്ക് മോഡുലസും ടെമ്പറേച്ചറും തമ്മിലുള്ള എഫക്റ്റ് നോക്കാൻ നേരത്താണെങ്കിൽ എന്താ ലിക്വിഡ്സിന്റെ കേസിൽ എന്താണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻക്രീസ് ചെയ്യും. സെയിം കോസി ബോണ്ടിന്റെ റീസൺ ആണ്. ലിക്വിഡ്സിന് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻക്രീസ് ചെയ്യും. വേറസ് ഫോർ ഗ്യാസസിന് എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ കുറയും. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടിരിക്കുക. നമ്മൾ വിസ്കോസിറ്റിയുടെ കേസ് തൊട്ട് എന്താ കൺസെപ്റ്റ് പറയുന്നതാണ്. ഗ്യാസിന് എന്താണ് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ടാണ്, ലിക്വിഡ്സിന് എന്ന് പറഞ്ഞാൽ എന്താ കോസി ബോണ്ട് ബേസ് ചെയ്തിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഫസ്റ്റ് ടോപ്പിക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഫണ്ടമെന്റൽ ആൻഡ് കൺസെപ്റ്റ് കാര്യമാണ്. ബേസിക് ആയിട്ട് ഡെൻസിറ്റി ആവട്ടെ, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, അഡ്ഹിഷൻ, കൊഹിഷൻ, സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, ബൾക്ക് മോഡുലസ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ചോദിക്കുന്ന എന്താ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് യൂണിറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ നല്ലപോലെ ഈ ഒരു ടോപ്പിക്ക് നോക്കുക. സോ കീപ് ഓൺ വാച്ചിങ് വൺസ് യൂട്യൂബ് ചാനൽ ആൻഡ് ഫോർ ഗെറ്റിംഗ് മോർ അപ്ഡേറ്റ്സ്. സോ സബ്സ്ക്രൈബ് വൺസ് ചാനൽ.